കിലോമീറ്ററുകളോളം കാട്ടിലൂടെ യാത്ര. ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കല്യാൺ താലൂക്കിലുള്ള ദിൻഭാവ് എന്നു പേരുള്ള ഈ കാനനത്തെ ഇനിയും പച്ചപ്പുള്ളതാക്കണം. മഹാരാഷ്ട്ര വനമഹോത്സവത്തോടനുബന്ധിച്ചാണ് മറുനാട്ടിൽ മരംനടിയിലിന് മലയാളി സംഘം ഇറങ്ങിയത്. കുട്ടികളും യുവതിയുവാക്കളും ഉൾപ്പെടുന്ന സംഘത്തെ നയിച്ച് കല്യാൺ രൂപതാ ബിഷപ്പ് മാർ തോമസ് ഇലവനാലും. കല്യാൺ രൂപതയുടെ സാമൂഹിക വിഭാഗമായ കാരുണ്യ ട്രസ്റ്റിലെ 200ഓളം പേരാണ് മരം നടാനായി വനത്തിലെത്തിയത്. പല സംഘങ്ങളായി മരം നട്ട് 2000-ലധികം പേർ. അതിൽ വലിയൊരു പങ്ക് മലയാളികളായിരുന്നു. മഹാരാഷ്ട്രയുടെ സംരംഭമാണ് വൻ മഹോത്സവം. ഈ വർഷം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ 7000-ലധികം വൃക്ഷത്തൈകളാണ് നടുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുക. കലീന ഫൊറോനയിൽ നിന്ന് തന്നെ 200-ലധികം യുവജനങ്ങളാണ് ഈ പ്രതിബന്ധത്തെ എല്ലാം തരണം ചെയ്തുകൊണ്ട്, ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തീക്ഷ്ണതയോടുകൂടി അവരിന്നിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ 7000 തൈകൾ നടുകയുണ്ടായി. അതുകൂടാതെയാണ് ഈ വർഷം 7000 തൈകൾ നമ്മൾ നടുക. ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. അവർ കൃഷിയൊന്നും ഒട്ടും പരിചയമില്ലാത്തവരാണെങ്കിലും ത്യാഗപൂർവ്വം ഈ മണ്ണിൽ വന്ന് ഈ ചെളിയെല്ലാമുള്ള സാഹചര്യത്തിൽ ഈ വൃക്ഷത്തൈകൾ നടുവാനായിട്ട് അവർ സന്നദ്ധരായി എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ എത്രമാത്രം അവർ തൽപരരാണ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മഹാരാഷ്ട്ര വനം വകുപ്പിലെ ജീവനക്കാർ മരം നടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. കാട്ടിലെ മരം നടിയിൽ പലർക്കും പുതിയ അനുഭവവും പാഠവുമായിരുന്നു. ഇവിടെ ജനിച്ചുള്ള കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാ. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറേ നടന്നിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ബുദ്ധിമുട്ട്. പക്ഷെ പിന്നെയും ഇതൊരു നമുക്കൊരു ലൈഫ് ലോങ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനിയും ഞങ്ങൾ 10,000 മരങ്ങൾ ഞങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ ഏകദേശം 10,000-2000 മരങ്ങൾ ഞങ്ങൾ നട്ടിരിക്കുന്നു. വനമഹോത്സവത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാർ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ മലയാളി സംഘടനകൾ ആവേശത്തോടെയാണ് പങ്കുചേരുന്നത്. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.